വെൽക്കം ടു ചാനൽ. നമ്മുടെ സാംസങ് S23 സീരീസുകൾക്ക് അതായത് S23 പ്ലസ്, S23, S23 അൾട്ര ഇതിലൊക്കെ നമുക്ക് ഫെബ്രുവരി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നമ്മുടെ സാംസങ്ങിന്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം 1UI 7 അതിന്റെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നു, കടത്തിൽ പോയി കണ്ടുനോക്കുക, നമ്മുടെ 3ാമത്തെ ചാനൽ ഇട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ അപ്ഡേറ്റിന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ഉപയോഗിച്ചാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 48 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇതാണ് ആ ലാസ്റ്റ് അപ്ഡേറ്റ് വരുന്നത്. കണ്ടോ, ഇതിന്റെ സൈസ് വരുന്നത് ഓൾമോസ്റ്റ് 600 MB. കണ്ടോ, 600 MB ആണ് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫെബ്രുവരി 2025 പാക്കേജാണ് വരാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് അവർ ചെയ്തേക്കുന്നത് നമ്മുടെ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് പെർഫോമൻസ് അത്യാവശ്യം നല്ലോണം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അപ്ഡേറ്റിന് ശേഷം കുറേ പേർക്ക് ബാറ്ററി കംപ്ലൈൻസ് ഉണ്ടായിരുന്നു, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി അത്യാവശ്യം ഡ്രെയിനേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഗ് ഫിക്സസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇമ്പ്രൂവ്മെന്റ് ഓവറോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് ടുഗദറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജ്, നമ്മുടെ ചാർജ് ചെയ്യുമ്പോൾ ചില ഡിവൈസുകൾക്ക് ചാർജിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതായത് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്തിട്ടുണ്ട് ഈ ബഗ്ഗിൽ. ഈ അപ്ഡേറ്റിൽ ആ ബഗ് ഫിക്സസ് സോൾവ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ അപ്ഡേറ്റ് ഞാൻ പറയുമ്പോൾ സൂക്ഷിച്ച് അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടി ആണെങ്കിൽ ഈ അപ്ഡേറ്റ് എന്തുകൊണ്ടും ചെയ്തിരിക്കാൻ നല്ലതാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ബഗ് ഫിക്സ് ഉണ്ടാകുന്ന സംഭവം, എന്താ വെച്ചാൽ ബഗ്ഗുകൾ ഉണ്ടാകുന്ന സംഭവം ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഡിസ്പ്ലേ അടിച്ച് പോകും. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോൺ നമ്മുടെ സാംസങ്ങിൻ്റെ കെയർ പ്ലസ് എടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണാണ് കെയർ പ്ലസ്. എനിക്ക് 6000 രൂപയ്ക്ക് 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എടുത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല, അവർക്കും അപ്ഡേറ്റ് ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് വാറണ്ടി കിട്ടും. അല്ലാത്തൊരു നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യാം. നമ്മുടെ ചൈനീസ് ഫോണൊക്കെ പറയണ പോലെ. ഇപ്പോൾ ഇത് സാംസങ് മാത്രമല്ല, ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഇൻക്ലൂഡിങ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എൻ്റെ ഐഫോണിലാണ്. ഞാൻ ക്യാമറ എൻ്റെ ചാർജില്ല, അപ്പോൾ ഞാനത് ചാർജിങ് വെക്കാൻ മറന്നു. അപ്പോൾ ക്യാമറ ചാർജില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വിക്ക് ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റിന് മേജറായിട്ടുള്ള ന്യൂ ഫീച്ചേഴ്സോ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് നോർമൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിനെ വന്നിട്ടുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറേ എന്താ പറയുക ലേറ്റസ്റ്റ് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക ആൻഡ്രോയിഡ് ഡിവൈസുകൾക്കും iOS ഡിവൈസുകൾക്കും അവരുടെ സെക്യൂരിറ്റി ലാഗ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാറണ്ടി ഉള്ള ഫോണുകളാണെങ്കിൽ എന്തുകൊണ്ടും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ് ക്വിക്ക് ഓവർ. വേറെ കാര്യങ്ങളൊന്നും വലിയ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണിട്ടില്ല. അപ്പോൾ ഓവറോൾ സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇഷ്യൂസും സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കോണത്തിൽ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്. നമ്മൾ ഇതിനു മുമ്പ് എന്താ പറയുക IT ഫീൽഡിലായിരുന്നു, അതിന് ശേഷമാണ് നമ്മൾ ഫിനാൻസിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ ഫാക്ടറി സെക്ടറിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ആർക്കിടെക്ചറിലും സംഭവത്തിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ കാരണം നമ്മൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് കൂടെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യാം.